ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാളം ഡ്രാമ, ഒരു സസ്പെൻസ് ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാനില്ല, ആ ഒരു വിഭാഗത്തിൽപ്പെടുത്തുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഒരു മലയാള സിനിമയാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമയാണ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു സിനിമ കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരു പേരായിരുന്നു, പിന്നെ ഒരു സസ്പെൻസ് ഡ്രാമ എന്നൊക്കെയായിരുന്നു. പിന്നെ ഈ വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഒരു ത്രില്ലർ എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലായിരുന്നു പിന്നെ വന്നിരുന്നത്. ദിലീഷ് പോത്തന്, അതുപോലെ തന്നെ ദിവ്യദർശി, പിന്നെ ജാഫർ ഡിക്കി എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കവിപ്രസാദ് ഗോപിനാഥ് എഴുതി തോമസ് കെ സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത സിനിമയാണ്. സിനിമയുടെ ദൈർഘ്യം വരുന്ന കുറേ സമയമുള്ള ഒരു 3 മണിക്കൂറിനെടുത്ത സിനിമ, ഒരു മണിക്കൂർ 49 മിനിറ്റ് സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, പിന്നെ കവന്ത എന്ന് പറഞ്ഞുള്ളൊരു ഒരു മലമ്പ്രദേശം, അവിടേക്ക് റോഡ് കോൺട്രാക്ടറായിട്ട് ദിലീഷ് പോത്തൻ്റെ കഥാപാത്രം വരികയാണ്. റോഡ് നിർമ്മാണത്തിന് ആ ഒരു സൂപ്പർവൈസറായിട്ട് അവിടേക്ക് വരികയാണ്. അവിടെ അവിടെയുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതും പിന്നെ അവിടെയുള്ള ഒരു മിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ആ ഒരു സംഭവം നടന്നു പോകുന്നത്. ഒരു ഇൻട്രോയിൽ വരെ ആ ഒരു നിഗൂഢ കാര്യങ്ങളും ഇൻട്രോയിൽ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇൻട്രോയിന് ശേഷമാണ് എന്താണ് സംഭവം, എന്താണ് അവിടുത്തെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇൻട്രോയിന് ശേഷമാണ്. ഒരു ത്രില്ലർ മൂഡിൽ, ഒരു മിസ്റ്ററി ത്രില്ലർ മൂഡിലാണ് ഫസ്റ്റ് ഹാഫ് എങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ടോട്ടലി അങ്ങോട്ട് എന്താ പറയുക, സിനിമ ഒരു ഇമോഷണൽ ഡ്രാമ ആ ഒരു മൂഡിലേക്ക് കടന്നു പോവുകയാണ്. സിനിമ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ടെക്നിക്കൽ സൈഡുകളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് ഒക്കെ സൂപ്പറായിരുന്നു. ട്രാക്ക് കാര്യങ്ങളൊക്കെ കിടലായി ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള, നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു സ്ഥലങ്ങൾ, ആ ഒരു മലമ്പ്രദേശങ്ങൾ, ആ ഒക്കെ സംഭവങ്ങൾ നല്ലതുണ്ടായിരുന്നു. ആ ഒപ്പിയെടുത്ത സംഭവങ്ങളൊക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ദേവദർശിനെ അവതരിപ്പിച്ച കഥാപാത്രം അത്യാവശ്യം നല്ലൊരു നടിയാണ്. പക്ഷേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ആ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത്, ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു അഭിനയത്തിൽ എന്തൊക്കെയോ ഒരു പോരായ്മകൾ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാവുന്ന ഒരു സിനിമ, അത്രയേ ഉള്ളൂ. സിനിമ ക്ലൈമാക്സിൽ നല്ലൊരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് പറയാൻ അവരുടെ ടൈം ആകെ 1.25 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. എന്നിട്ടും ഇൻട്രോയിന് ശേഷം ഒറ്റ ഡൗൺ ആയി പോകുന്ന പോലെ തോന്നി. ഇൻട്രോയിൽ വരെ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇൻട്രോയിന് ശേഷം ഇൻട്രോയിൽ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രോയിന് ശേഷം ചെറിയൊരു എന്താ പറയുക, ഒരു ഡൗൺ ആയി പോയത് പോലെ തോന്നി. ആമസോൺ പ്രൈമിലും സൺനെക്സ്റ്റിലൊക്കെയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ടു നോക്കാം. ഒരു ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വേറെ ഒന്നും സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, ആ സ്ഥലം കാണിച്ച കവന്ത എന്ന് പറഞ്ഞ ആ ഒരു മലമ്പ്രദേശമൊക്കെ മനോഹരമായി തന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ ഇമോഷണൽ ഡ്രാമ, ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, ഇമോഷണൽ ഡ്രാമ, ഒരു മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ വരേക്കും